ABC ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പുതിയ ഒരു അതിഥിയെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ തോമസ് നെച്ചുപ്പാടം. അദ്ദേഹം ഡെന്റിസ്റ്റാണ്. സാംസ്കാരിക മേഖലയിലൊക്കെ ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കൂടാതെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുൻ ഡയറക്ടറാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ തോമസ് നെച്ചുപ്പാടം. സ്വാഗതം സാർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ ഗസയിലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അവിടെ ഈ സൈന്യവും അതുപോലെ തന്നെ അവിടുത്തെ ഈ താൽക്കാലിക ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകക്ഷി ഭരണമാണല്ലോ ഇപ്പോൾ അവിടെ നടക്കുന്നത്. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയുന്നു. ഒരു വശത്ത് പറയുന്നു ഇവിടെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് പറയുന്നു. എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ഈ ഗാസ എന്നുള്ള ഒന്നാമത്തെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നോർത്താണ്. അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് പോലെയല്ല, ഇപ്പുറത്തെ വശമല്ലേ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഗാസ എന്ന് പറയുന്ന ഏരിയ വളരെ ചെറിയൊരു സ്ഥലമാണ്. അത് വേഗം പിടിച്ചടക്കാമെന്നോർത്താണ് ഇസ്രായേൽ അങ്ങോട്ട് കയറിയത്. അപ്പോൾ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതിയുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ പ്രഷർ നല്ല ഹൈ ആണ്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ഇതുണ്ട്. അപ്പോൾ ഇസ്രായേലിൽ കാര്യം അഭയാർത്ഥികളെ അവരിപ്പോഴും വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ആ അഭയാർത്ഥികളെ മിക്കവാറും എല്ലാവരും തന്നെ മറന്നു കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മരണം കൂടി എന്നുള്ള ഒരു വലിയ പ്രശ്നം യുദ്ധക്കെടുതിയായിട്ട് തന്നെ ഗാസയെ കാണുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രഷർ വളരെയധികം കൂടുതലാണ്. അപ്പോൾ UN-ലാണേലും സപ്പോർട്ട് കൂടിക്കൂടി വരികയാണ്. അതിനേക്കാളും എല്ലാം പ്രശ്നം പെട്ടെന്ന് തീർക്കാം. കാരണം പലരും പല ജോലിയിൽ നിന്നും മാറിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇസ്രായേലിൻ്റെ ആൾക്കാരെ അഭയാർത്ഥികളായിട്ട് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള വേദനയിലാണ് പലരും ഈ മിലിറ്ററിയിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഊർജ്ജസ്വലത ഉണ്ടായിരുന്നു, അവർക്കതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീരും, 1 മാസം കൊണ്ടൊക്കെ അടിച്ചു തീർക്കും, ബന്ദികളെ പിടിച്ചുകൊണ്ട് വരാം എന്നോർത്താണ് അങ്ങോട്ട് കയറുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ മുതൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ സൈനികരുടെയും ഒരു ചെറിയ വിഷമങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത് ഇത് ഓരോ സ്ഥലത്തും പോയി ആക്രമിക്കുമ്പോൾ അവരാക്രമിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ബോംബാക്രമണം പോലെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് വളരെ പ്രിസൈസായിട്ട്, നമ്മളിപ്പോൾ പറയില്ല സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ പഠിച്ച് പ്ലാൻ ചെയ്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്ട്രൈക്ക് ചെയ്താൽ അതിന് തൊട്ടടുത്തുള്ള ഈ ജനവാസ മേഖലകളിൽ ബോംബ് പൊട്ടാൻ പാകത്തിനുള്ള എന്തോ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത് അവർക്ക് ജനങ്ങളെ ഒന്നുമല്ല. ഹമാസിന് യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സാണ്. പക്ഷേ ഇസ്രായേലിന് യുദ്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ഫണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 ഈ ആളുകൾ പെട്ടെന്ന് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഇത്രയും ദിവസം കൊണ്ട് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള ഈ റിസർവിസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ സൈന്യമല്ല, അവർ മറ്റു ജോലികളിൽ ഇരുന്നവരാണ്. ഇന്ന് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യം വന്നപ്പം അത് തിരിച്ച് പിടിച്ചെടുക്കാമെന്ന് ഓർത്ത് ഓടിച്ചെന്ന് അതിനകത്ത് ഇറങ്ങി അത് ഗവൺമെൻറ് വിളിച്ചു, അതിനു വേണ്ടി ചെന്നവരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്. 2 ആളുകൾ മരിക്കുന്നു എന്നുള്ളത് അവരുടെ വീടുകളിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങളവിടെ ചെന്നിട്ട് എന്താണ്, നിങ്ങളവിടെ ചെന്നിട്ട് ആൾക്കാരെയൊക്കെ കൊല്ലുകയാണോ എന്നുള്ള, കാരണം അവർ സൈനികരല്ല. അപ്പോൾ സൈനികരല്ലാത്തവരുടെ വീട്ടിൽ നിന്നുള്ള പ്രശ്നം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പോൾ ഇതെല്ലാം സൈന്യത്തിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെതന്യാഹുവിന് ഇത് നിർത്താൻ പറ്റില്ല. നെതന്യാഹു എന്ന് യുദ്ധം നിർത്തുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണം തീരും. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അതെ, കാരണം അത് കൃത്യമായിട്ട് ഇത് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് യുദ്ധം തീരുന്നത് വരെയുള്ളൂ ഞങ്ങളുടെ സപ്പോർട്ട്. അന്നേരം അതാണ് അതിൻ്റെ ബേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ യുദ്ധം എന്ന് തീരുന്നു അന്ന് നെതന്യാഹു അല്ലെങ്കിൽ തന്നെ സ്ഥാനഭ്രഷ്ടനാവാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ നെതന്യാഹുവിന് അത് ഗുണമായി തീർന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും നാളും ഒന്നും അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. പല പ്രാവശ്യം ഇലക്ഷൻ വന്നിട്ടും ഒരു കൃത്യമായ ഭൂരിപക്ഷം ഒരിക്കലും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തൊരു ഒരു തൂക്ക് സഭ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നെതന്യാഹുവിന് ഒരിക്കലും യുദ്ധം നിർത്തണമെങ്കിൽ
പിടിച്ചുകൊണ്ടുപോയ എല്ലാ അഭയാർത്ഥികളെയും തിരിച്ച് കൊണ്ടുവന്നിട്ട് മാത്രമേ, അല്ലെങ്കിൽ അഭയാർത്ഥികളെ മുഴുവനായിട്ട് വിട്ടുകൊടുത്താൽ യുദ്ധം നിർത്തുന്നതിൽ തടസ്സമില്ല. അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാതെ, അഭയാർത്ഥി മീൻസ് ബന്ദികൾ അല്ലേ? അതെ, ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയ ആളുകളുണ്ട്. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികൾ ഇസ്രായേൽക്കാരെ പിടിച്ചകത്ത് വെച്ചിരിക്കുന്നു. അവർ എത്ര പേര് ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ആ ബന്ദികളെ വിട്ടുകിട്ടാതെ ഒരു യുദ്ധം നിർത്തിയാൽ അത് നെതന്യാഹുവിന്റെ പരാജയമായിട്ട് മാത്രമേ. ഇപ്പം ഈ പരാജയമായിട്ട് മറ്റൊരു കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ കിഴക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഇവർ പട്രോളിങ് പോയപ്പോൾ കവചിത വാഹനത്തിലാണല്ലോ പോകുന്നത്. അതിന് നേരെ ഹമാസിൻ്റെ ഒരു ആക്രമണം ഉണ്ടായി. അതിൽ 8 സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ. അത് വലിയ പ്രശ്നമായി. കാരണം സൈനികർ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് യുദ്ധം തുടങ്ങിയതിന് ശേഷം 300ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ സൈനികരുടെ എണ്ണം കുറയുന്നു, അല്ലെ അവർ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇസ്രയേൽ ജീവൻ നഷ്ടപ്പെടുന്നത് ഫുൾ ടൈം സൈനികരായിട്ടുള്ളവരായിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അവരത് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന. ഇതങ്ങനെയല്ല, യുവാക്കളാണ്, യുവതികളാണ്, അവർ വേറെ മറ്റു ജോലിയിലിരുന്നവരാണ്. അവരെ ഒരു ഒരു വോളണ്ടറി സർവീസായിട്ട് അവിടെ പോയതാണ്, രാജ്യത്തെ സേവിക്കാൻ പോയതാണ്. അവർ മരിക്കുമ്പോൾ ബന്ദികളെ പോലെ തന്നെയാണ് അവരെ കൺസിഡർ ചെയ്യണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും ഈ ഒരു പിടിച്ചുകൊണ്ട് പോയവരിൽ ഒരാൾ മരിക്കുന്നത് പോലെയാണ് ഇസ്രായേൽ ജനം കാണുന്നത്. അപ്പോൾ ഈ രാജ്യത്തിനകത്ത് തന്നെ യുദ്ധത്തിനെതിരെ ഒരു വലിയ ഒരു മുറവിളി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ സൈന്യവും പയ്യെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇത് യുദ്ധം നിർത്തേണ്ടത് സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴും വളരെ വലിയൊരു ആവശ്യമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും അതല്ലാതെ തന്നെ ഒരു മാനുഷികപരമായിട്ടൊക്കെ യുദ്ധം നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ബന്ദികളെ വിട്ടുകിട്ടാതെ നെതന്യാഹുവിന് നിർത്താനും പറ്റാത്തൊരു അവസ്ഥ. അതെ, ഈ രീതി കൊണ്ട് തുടർന്ന് പോയാൽ ഒരു അടുത്ത മാസം കൊണ്ട് ഗസയിൽ 10 ലക്ഷത്തോളം പേര് പട്ടിണിയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ വരുന്ന വണ്ടികളൊന്നും ഈ ഈജിപ്തിൻ്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ലല്ലോ. അപ്പം വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇനി അതിലേക്ക് പോവില്ലേ? ഈ പട്ടിണി കിടക്കുക എന്ന് പറയുന്നതിനകത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസ പോലുള്ളിടത്ത് കുറേ പേര് ജോലിയില്ലാതെ എന്നും അഭയാർത്ഥികളെ പോലെ ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലോകരാജ്യങ്ങളോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഫണ്ട് ചെയ്ത് UN-ൻ്റെ ഫണ്ട്സിൽ ഫ്രീ ആയിട്ട് ഇവരൊരു പണിയും ചെയ്യില്ല, ഇവരൊരു കൃഷി ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്തോ ജോലി ചെയ്തോ ഒന്നും പരിചയമില്ല. അവർക്ക് ഇഷ്ടംപോലെ ഫണ്ട്സ് ഉണ്ട്, അവർക്ക് ഭക്ഷണം അവിടെ എത്തും, എല്ലാം അവിടെ തന്നെ എത്തും. പിന്നെ കുറച്ച് പേരെങ്കിലും ജോലി ചെയ്യുന്നത് ഇസ്രായേലിൽ പോയിട്ടാണ്. കാരണം അവിടെ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. അവർ പണ്ട് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ആ ജോലിയും പോയി. കാരണം വെച്ചാൽ അവർക്ക് അപ്പുറത്ത് പോയി ജോലി ചെയ്യാൻ ഇപ്പോൾ സമ്മതിക്കുന്നില്ല ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ കുറേ പേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് ഈ പ്രായമായവരെ നോക്കാൻ, കൃഷി ഇടങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പോൾ പണ്ടത് പലസ്തീനികളാണ് അവിടെ പോയി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു. അവിടെ നിന്നുള്ള ഭക്ഷണ വരവ്, ഇസ്രായേലിൽ നിന്നുള്ള ഭക്ഷണ വരവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആകെ കൂടി പിന്നെ UN-ൻ്റെ ഭക്ഷണ വരവ് മാത്രമേ ഉള്ളൂ. അതും UN ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഫുള്ളായിട്ട് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് അങ്ങനെ ഒരു ഏരിയ ആയത്, ഒരു കോൺഫ്ലിക്റ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് UN ആണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ട്രക്കുകൾ കടന്നു വരാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ പട്ടിണി എന്ന് പറയുന്നത് ഇതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പട്ടിണി ഉണ്ട് എന്ന് കൺസിഡർ ചെയ്ത് പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി UN പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പട്ടിണി മാറ്റുന്ന ഒരു സംവിധാനം മാത്രമേ ആയിട്ടുള്ളൂ. അല്ലാതെ അവിടെ ഒരിക്കലും പട്ടിണി ഇല്ലാതിരുന്നിട്ടില്ല. അവിടെ ഒരിക്കലും അങ്ങോട്ടേക്ക് ഫണ്ട്സ് കൊടുത്ത് ഓരോ UNRWA പോലുള്ള സംഘടനകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഘടനകൾ അവിടെ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഹോസ്പിറ്റൽസ് എല്ലാം ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ വരെ ഹോസ്പിറ്റൽസ് അവിടെയുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് മറ്റു പല ഫണ്ട്സിൽ നിന്നല്ല, അത് അവിടെ ഹമാസിൻ്റെ ഫണ്ട്സ് കൊണ്ടല്ല. ഹമാസ് ഇതെല്ലാം ഉപയോഗിച്ച് അവരുടെ വെപ്പൺസ് മേടിക്കാനും അവരുടെ വെപ്പൺട്രി എല്ലാം ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ടാങ്ക് വേദ മിസൈലുകൾ വരെ അവരുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു തുടങ്ങി. അപ്പം ഇതിന് കൃത്യമായിട്ടൊരു ലോബിയുണ്ട്, ഇതിനകത്തൊരു ആയുധ ലോബിയുണ്ട്. ഇപ്പോൾ അമേരിക്കക്ക് സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ആയുധ ലോബിയുടെ ഈ യുദ്ധത്തിലേക്കുള്ള കച്ചവടം, ആയുധ കച്ചവടത്തിൻ്റെ ആ ഒരു ഇത് രുചി പോകണം. ഇത് അമേരിക്കയുടെ എന്നല്ല റഷ്യയുടെ എന്നല്ല, ഇതിൻ്റെ എല്ലാം പുറകിൽ മാഫിയകളുണ്ട്.
അവരാണ് സാധാരണഗതിയിൽ ഇത് നേരിട്ടൊന്നും ഹമാസിന് ഒരു രാജ്യവും ഒരു സാധനവും കൊടുക്കില്ല. അപ്പോൾ അത് ഇറാനിലെത്തിക്കുക, ഇറാൻ വഴി ഹിസ്ബുള്ള വഴി ഹമാസിലെത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലൂടെയാണ് ഇതൊക്കെ അവിടെ എത്തിപ്പറ്റുന്നത്. ഇതെല്ലാം വലിയ കച്ചവടം നടക്കുന്നു. അതിനെല്ലാം ഫണ്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പാവങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഫണ്ടുകളിൽ നിന്നാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇതിനകത്തെ പ്രശ്നങ്ങളും. ഇപ്പോൾ ഈ ഹമാസിൻ്റെ വലിയ നേതാക്കളൊന്നും ഈ പറയുന്ന പ്രദേശത്തൊന്നുമില്ല. അവരെല്ലാം മറ്റ് രാജ്യങ്ങളിലിരുന്ന് വളരെ സുഖമായിട്ട് ജീവിക്കുന്ന കോടിപതികളാണ്. അപ്പോൾ പക്ഷേ മറ്റൊരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളൊന്നും അധികമൊന്നും മിണ്ടുന്നില്ല. കാരണം ഇവരെന്നും ശല്യക്കാരാണ്. അല്ല, ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയ ശല്യം ഇത് എവിടെയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന 2 നേഷൻ സിസ്റ്റം ആദ്യം അറബ് രാജ്യങ്ങളൊന്നും സമ്മതിച്ചില്ല. അതേസമയം അതിനുശേഷം 2 നേഷൻ സിസ്റ്റം ബാക്കിയുള്ളവരെല്ലാവരും സമ്മതിച്ചപ്പോഴും പലസ്തീനികൾ അത് അംഗീകരിച്ചിട്ടില്ല. കാരണം അവർക്ക് വേണ്ടത് മുഴുവനായിട്ടുള്ള ഇസ്രായേൽ ഇല്ലാതെ ഒരു പലസ്തീനായിട്ടാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിസ്റ്ററിയെ തന്നെ മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഇത് തീരാൻ ഒരു സാധ്യതയില്ല. കാരണം ഇത് ചരിത്രം തുടങ്ങുന്ന സമയം മുതൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ രാവിലെ 8 മണി മുതൽ 7 മണി വരെ, അതായത് പകൽ സമയത്തെ വെടിനിർത്തൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഒരു ഭരണകൂടമല്ല. അവർ കുറച്ച് ഭീകരരാണെന്ന് പറയാം. അവരെപ്പോഴും ഈ മനുഷ്യ കവചങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ കൂടിയിരിക്കുന്നതുകൊണ്ട് അവിടെ കൊണ്ട് ഇവരെത്ര ശ്രദ്ധയോടെ ആക്രമണം നടത്തിയാലും ഇസ്രായേൽ തകർന്നു പോകുന്ന അവിടെയാണ്. ആശുപത്രി, ഈ മാർക്കറ്റുകൾ, ഇവിടെയൊക്കെ ഇവർ പോയി ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കലാലയങ്ങളിൽ പോയിരിക്കുന്നു. ഇതാണ് അവരുടെ ഏറ്റവും വലിയ തന്ത്രം. അതിനെ ഇനി എങ്ങനെ ഇസ്രായേൽ മറികടക്കുന്ന? ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ടെക്നോളജി വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും അവരിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വലിയ സംഭവമുണ്ട്. അത് സോഷ്യൽ മീഡിയയാണ്. നമ്മൾ ഈ പറയുന്ന മീഡിയ തന്നെയാണ് ഈ പറയുന്നതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ടെക്നോളജി ഉണ്ടായിരുന്നു, പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്യാമായിരുന്നു. ഈ പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്താൽ പോലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ ജനവാസ മേഖലയിൽ ഹമാസ് തന്നെ ഉണ്ടാക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുണ്ട്. ആ ബോംബ് സ്ഫോടനങ്ങളിൽ അനേകം പേര് മരിച്ചു പോകുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അവരുടെ ആയുധപ്പുരകൾ പലപ്പോഴും അവർ തന്നെ ചെയ്യുന്നതാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആയുധപ്പുരകളുണ്ട്. ഈ ആയുധപ്പുരകൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാസ്റ്റായി പോവാണ്. കാരണം ഇത് അവർ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഒരു ആയുധപ്പുര ഉണ്ടെന്ന്. ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അറ്റാക്ക് നടക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ വലിയൊരു ആയുധപ്പുരയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് ഒരു വാഹന വ്യൂഹത്തെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് കൃത്യമായിട്ട് മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യണത്. പ്രിസൈസ് അറ്റാക്കാണ്. അപ്പോൾ അവിടുത്തെ ഒരു കമാൻഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാം. ആ അറ്റാക്ക് ചെയ്യുന്നതിനോട് തൊട്ടടുത്ത് തന്നെ വലിയൊരു ആയുധപ്പുര ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരിടത്ത് കൊണ്ടുവന്ന് തീപ്പെട്ടി വരച്ചു, അത് കത്തിപ്പോണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തൊരു വലിയ പെട്രോൾ ബങ്കർ ഉണ്ടായിരുന്നു. അതും കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടവും അതുകൊണ്ടുണ്ടാകുന്ന അപായങ്ങളും വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കറിയാം ഈ പറയുന്ന മരണസംഖ്യയിൽ എത്ര പേര് ഹമാസിൻ്റെ സൈനികരുണ്ടെന്ന് പറയാമോ? ഇല്ല. അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. ഹമാസിൻ്റെ ആരും മരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പലസ്തീൻ്റെ ഹെൽത്ത് അതോറിറ്റിയാണ് മരണക്കണക്കൊക്കെ തരുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അവരെത്ര ഇട്ടാൽ അതാണ് ഫൈനൽ. കാരണം അവരല്ലേ പറയേണ്ടത് ഇത്ര പേര് മരിച്ചു ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ അവർ അത് പറയുമ്പോൾ ഹമാസിൻ്റെ ടെററിസ്റ്റ് ഇത്ര പേര്, ഹമാസ് ടെററിസ്റ്റ്, സിവിലിയൻസ് ഇത്ര, അങ്ങനെ ഒരു ഇതില്ല. എല്ലാവരും അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ സിവിലിയൻസാണ്. ഇസ്രായേലിൻ്റെ കണ്ണിലിപ്പോൾ വന്ന് എല്ലാ സിവിലിയനും ഇപ്പോൾ ടെററിസ്റ്റുമാണ്. കാരണം വെച്ചാൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അതല്ല, ശരിക്കും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഹമാസിനെ പലസ്തീനികൾ വെറുത്തു തുടങ്ങുന്ന ഒരു സമയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നും പട്ടിണിയും അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് ഇത് രണ്ട് വശത്തും ഇപ്പോൾ ഈ യുദ്ധം നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പക്ഷേ
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കോ ഇസ്രായേലിനോ ബന്ദികളെ വിട്ടുകിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം ഇനി നീണ്ടുപോകുന്ന രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം പകൽ സമയത്ത് വെടി നിർത്തൽ ഏകദേശം ഓക്കെ. UN നേരത്തെ പറഞ്ഞു വെടിനിർത്തൽ വേണമെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞ. പക്ഷേ ഈ സൈനികർ കൊല്ലുന്നു, ഏതാണ്ട് 300ഓളം സൈനികർ ഇവരുടെ കൊല്ലപ്പെട്ടു, 37,000 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക അങ്ങനെ വല്ല മാർഗം വരുവാണെങ്കിൽ ഈ ഹമാസ് ഈ ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഹമാസിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബന്ദികളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബന്ദികളുടെ എല്ലാം പുസ്തകങ്ങൾ പുറത്തു വരും. ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് തന്നെ ബന്ദികളെ വിട്ടുകൊടുത്താൽ അന്നേരം മുതൽ ബന്ദികൾ കാര്യങ്ങൾ പറയും. കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ അവരെ എങ്ങനെ പീഡിപ്പിച്ചെന്ന് ലോകം അറിഞ്ഞാൽ ലോകം ഹമാസിൽ നിന്ന് ഇപ്പോൾ ഹമാസിന് വലിയൊരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് നഷ്ടപ്പെടും ഹമാസിനെ അവിടുന്ന്. കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ 8 പേര് 10 പേരെ വിട്ടപ്പോൾ അതിൻ്റെ അകത്ത് ചില ആൾക്കാരുടെ വീഡിയോ എടുത്ത് ഞങ്ങളെ നന്നായിട്ടാണ് ശുശ്രൂഷിച്ചതെന്നുള്ള വീഡിയോ എടുത്ത് ലോകമെമ്പാടും വിട്ട. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല ഇവരെ ശവമായിട്ടോ പുറത്തേക്ക് വിടാനല്ലാതെ ജീവനോടെ ഇവരെ പുറത്ത് വിടുക, അവർക്കൊരു നല്ല രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവരെ പുറത്തേക്ക് വിടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ല. എന്തായാലും ഈ കൂട്ടുകക്ഷി ഭരണവും നെതന്യാഹുവിൻ്റെ ഒരു ഭാവിയും ഒക്കെ എന്താണെന്ന് വരും ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.